എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് തോരൻ റെസിപ്പിയായിട്ടാണ്. 7 തരം ഇലകൾ കൊണ്ട് ഗുണമേന്മയുള്ള തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്കിതൊക്കെ ഉപകരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇലകൾ, ഒന്നാമത്തേത് പയറിൻ്റെ ഇലയാണ്. നമ്മുടെ വള്ളിപ്പയറൊക്കെ ഇല്ലേ, അതിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത്. രണ്ടാമതായി എടുത്തിരിക്കുന്നത് മത്തൻ്റെ ഇലയാണ്. മൂന്നാമതായി എടുത്തിരിക്കുന്നത് കുപ്പച്ചീരയാണ്. കണ്ടില്ലേ, ഇതാണ് കുപ്പച്ചീര. നാലാമതായി എടുത്തിരിക്കുന്നത് തഴുതാമയാണ്. ഏറ്റവും കൂടുതൽ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ചെടിയാണ് തഴുതാമ. കണ്ടില്ലേ, ഇതിനകത്തൊരു പൂവുണ്ട്. അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അഞ്ചാമതായി എടുത്തിരിക്കുന്നത് കോവക്ക ഇലയാണ്. ആറാമതായി എടുത്തിരിക്കുന്നത് കടലാടി. അതും വളരെയധികം ഔഷധ ഗുണമുള്ള ഇലയാണ്. ലാസ്റ്റ് എടുത്തിരിക്കുന്നത്, ഏഴാമതായി എടുത്തിരിക്കുന്നത് മുരിങ്ങ ഇലയാണ്. നമുക്കിത് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകൾ ചേർത്ത് കൊടുക്കാം. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമുക്ക് മലക്കറിയും മീനും ഒക്കെ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വീട് വളപ്പിലൊക്കെ കണ്ടുവരുന്ന ഇലകൾ കൊണ്ട് സ്വാദിഷ്ടമായ തോരൻ തന്നെ നമുക്ക് തയ്യാറാക്കാം. എല്ലാം ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി അടച്ചു വെച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 തേങ്ങ മുറിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ പരുവത്തിൽ വേണം ചതച്ചെടുക്കുക. എന്നിട്ട് അരഞ്ഞു പോകരുത്. ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇലത്തോരനിൽ ആരും കറിവേപ്പിലയൊന്നും ഇടാറില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഈ തോരൻ തീർച്ചയായിട്ടും തയ്യാറാക്കി കൊടുക്കണം. അവരുടെ ആരോഗ്യത്തിനൊക്കെ നല്ലൊരു തോരനാണിത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്